എല്ലാവർക്കും നമസ്തേ. ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. എടവ മാസത്തിലെ ചോതിനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്രനാൾ വരെയുള്ള ദിവസങ്ങളിലാണ് അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഇതര ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തതകളുള്ളതും സവിശേഷതകളുള്ളതുമായ വളരെയേറെ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയവും സമ്പുഷ്ടവുമാണ് വൈശാഖ മഹോത്സവം. ശ്രീ പരശുരാമ മഹർഷിയും ശ്രീ ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും 7 അംഗങ്ങളും 4 ഉപാംഗങ്ങളുമാണുള്ളത്. കൂടാതെ അനുബന്ധമായി ചില സവിശേഷ ചടങ്ങുകളുമുണ്ട്. പ്രക്കൂഴം, നീരെഴുന്നള്ളത്ത്, നെയ്യാട്ടം, ഭണ്ണാരം എഴുന്നള്ളത്ത്, ഇളനീരാട്ടം, കലം വരവ്, കലശാട്ടം അതായത് തൃക്കലശാട്ട് എന്നിവയാണ് അംഗങ്ങൾ. ഉപാംഗങ്ങൾ ആരാധനകളായാണ് അറിയപ്പെടുന്നത്. വൈശാഖ മഹോത്സവത്തിലെ പരമപ്രധാനമായ ചടങ്ങുകളാണ് ഇളനീർ വെപ്പും ഇളനീരാട്ടവും. ഇളനീർ സമർപ്പിക്കുന്നതിനായി ഇളനീർ കാവുകൾ എഴുന്നള്ളിക്കുന്നതാണ് ഇളനീർ വരവ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി വിവിധ പ്രദേശങ്ങളിലുള്ള 121ഓളം ഇളനീർ മഠങ്ങളിൽ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ഇളനീർ കാവുകൾ വരുന്നത്. കോട്ടയം നാട്ടുരാജ്യത്തിലെ തീയ സമുദായങ്ങൾക്ക് മാത്രമാണ് ഇളനീർ വെപ്പിന് പാരമ്പര്യാവകാശമുള്ളത്. ഇളനീർ മേടത്തിലെ വിശാഖം നാൾ മുതൽ, അതായത് പ്രക്കൂഴം ചടങ്ങ് ദിവസം മുതൽ വ്രതമെടുക്കുന്നു. നെയ്യാട്ടം നാൾ മുതൽ വ്രതക്കാർ സംഘം ചേർന്ന് ഇളനീർ മഠങ്ങളിൽ പ്രവേശിക്കുന്നു. എടവ മാസത്തിലെ തിരുവോണം നാളിൽ ഇളനീർ സംഘം എരുവട്ടിക്കാവിൽ നിന്നും പുറപ്പെടുന്നു. ഭൂതഗണനാഥനായ വീരഭദ്രനെ യാഗപൂർത്തീകരണത്തിനായും ശിവകോപം തണുപ്പിക്കുന്നതിനുമായി ശിവപുത്രനായ എരുവട്ടിക്കാവ് ദേവനയക്കുന്ന മനുഷ്യങ്ങളാണ് ഇളനീർ വ്രതക്കാർ എന്നാണ് സങ്കല്പം. നെയ്യാട്ടത്തിൻ്റെ പിറ്റേനാൾ രാവിലെ മുക്കിച്ചന എന്ന കർമ്മം തുടങ്ങുന്നതോടുകൂടി കഠിന വ്രതം തന്നെ ഇവർ അനുഷ്ഠിക്കുന്നു. വ്രതക്കാർ പാദരക്ഷകൾ വർജിച്ചും സ്വയം പാചകം ചെയ്തും സ്നാനം, ജപം, ദീപാരാധന എന്നീ ആചാരങ്ങൾ പാലിച്ചും മഠങ്ങളിൽ തന്നെ കഴിയും. ഇളനീർ മഠങ്ങൾക്ക് കഞ്ഞിപ്പുര, പടി എന്നും പറയുന്നു. വളരെ പണ്ടുകാലത്തെ ഇളനീർ കാവുകൾ കൊണ്ടുവരുന്നതിന് പാരമ്പര്യാവകാശികളുണ്ട്. എരുവട്ടിത്തണ്ടാൻ, ആയിരത്തിത്തണ്ടാൻ, മുടിശ്ശേരി തണ്ടാൻ, മേക്കിലേരി തണ്ടാൻ, കുറ്റിയിൽ തണ്ടാൻ, കോവിലയത്ത് തണ്ടാൻ, തെയ്യൻ തണ്ടാൻ, കുറ്റിയാടി തണ്ടാൻ, കാവിലേത്തൂര് തണ്ടാൻ എന്നിവരാണ് ഈ അവകാശികൾ. ഇതിൽ എരുവട്ടിത്തണ്ടയാൻ പ്രഥമ സ്ഥാനം നിർവഹിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇളനീരും എണ്ണയും സമർപ്പിക്കുന്നത് എരുവട്ടിത്തണ്ടയാനാണ്. ഓലമടൽ തുണ്ടിൻ്റെ ഇരുഭാഗങ്ങളിലും 3 ഇളനീരുകൾ വീതം കൂട്ടിക്കെട്ടി തൂക്കിയതാണ് ഇളനീർക്കാവ്. കഞ്ഞിപ്പുരകളിൽ നിന്നും ഇളനീർക്കാവുകളുമായി പുറപ്പെടുന്ന ഇളനീർക്കാർ ദിവസങ്ങളോളം കാൽനടയായി ഇളനീർ വെപ്പിന് മുമ്പായി മന്നഞ്ചേരിയിലെത്തുന്നു. ഓരോ സംഘക്കാരും അവിടെ വിശ്രമിക്കുന്നു. ഇളനീർക്കാരുടെ കയ്യിൽ ചൂരൽ, പടിത്തിരിക്ക എന്നിവയുണ്ടാകും. ഇരിക്കുന്നതിന് വേണ്ടി ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്നതാണ് പടിത്തിരിക്ക. ഒരാൾക്ക് ചമ്രം പടിഞ്ഞിരിക്കാനുള്ള വിസ്താരമേ ഇതിനുണ്ടാകും. അരയിൽ വെളുത്ത മുണ്ടും ഉത്തരീയവുമാണ് വ്രതക്കാരുടെ വേഷം. ഞൊറിവെച്ച പ്രത്യേക രീതിയിലുള്ള പാളത്തൊപ്പി തലയിലിടും. പാള കൊണ്ട് തുന്നിയുണ്ടാക്കിയ സഞ്ചി തോളിലിടും. കാണിക്കയും മറ്റും ഇതിലാണ് സൂക്ഷിക്കുന്നത്. പാള കൊണ്ടുണ്ടാക്കിയ ഈ സഞ്ചിക്ക് പാഞ്ചി, പോഞ്ചി എന്നിങ്ങനെ പറയും.
പഴമക്കാരായ വ്രതക്കാർ നീളൻ കാലുള്ള ഓലക്കുടയും കയ്യിലെടുക്കും. വ്രതക്കാരുടെ കൂടെ കുടുംബാംഗങ്ങളും അനുഗമിക്കാറുണ്ട്. ഓംകാരം മുഴക്കിയും ഹരിഗോവിന്ദനാമം ചൊല്ലിയും പാട്ടുകൾ പാടിയും ഇളനീർക്കാർ പല ദേശങ്ങളിൽ നിന്നായി കാലാകാലങ്ങളായി കൊട്ടിയൂരിലെത്തുന്നു. ഇളനീര് ചെത്തൽ. ഇളനീർ വെപ്പ് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ കാര്യത്ത് കൈക്കോളൻ്റെ നേതൃത്വത്തിൽ കൈക്കോളന്മാർ ഇളനീരുകൾ കാവുകളിൽ നിന്നും ചെത്തി വേർപെടുത്തി ചെത്തിയൊരുക്കി മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നു. ഇളനീരുകൾ ചെത്തുവാനുള്ള കത്തികൾ കത്തിത്തണ്ടയന്മാരാണ് ഇവിടെ സമർപ്പിക്കുക. കപില മഹർഷിയുടെ യാഗത്താൽ ധന്യമായ പയ്യന്നൂരിനടുത്ത കാങ്കോൽ ഗ്രാമത്തിൽ നിന്നുമുള്ള പ്രഥമ ഗണനീയരായ അടിയന്തര വിഭാഗങ്ങളിലൊന്നാണ് കൈക്കോളന്മാർ. കാങ്കോൽ പൊതുവാൾ തറവാട്ടിലെ മൂത്ത കാരണവരാണ് കാര്യത്ത് കൈക്കോളൻ. വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച എല്ലാ പ്രധാന ചടങ്ങുകളിലും കാര്യത്ത് കൈക്കോളൻ്റെയും അനുചരന്മാരുടെയും സാന്നിധ്യം വളരെ പ്രാധാന്യമാണ്. യാഗഭൂമിയിലെ കാടുമൂടിക്കിടക്കുന്ന തിരുവഞ്ചറിയും മണിത്തറയും ശുചിയാക്കൽ, തിരുവഞ്ചറിയുടെ ദൈനംദിന പരിപാലനം, കലവറയിലേക്ക് വിഭവങ്ങൾ എത്തിക്കൽ, തിടപ്പള്ളിയിലേക്ക് അളവിനായി അരിയെത്തിക്കൽ, എണ്ണ, ശർക്കര, നാളികേരം, പഴം തുടങ്ങിയവ മച്ചകത്തേക്ക് നൽകൽ, വിളക്കുകളും പൂജാപാത്രങ്ങളും വട്ടളങ്ങളും മറ്റും യഥാസമയം ഇക്കരെ കൊട്ടിയൂരിൽ നിന്നും അക്കരക്കും തിരിച്ചും യഥാസമയങ്ങളിൽ എത്തിക്കൽ, തട്ടും പോളയും വെക്കൽ, ഇളനീർ ചെത്തിയൊരുക്കൽ തുടങ്ങി കലശാട്ടം വരെയുള്ള ചടങ്ങുകളിൽ ഭാഗവാക്കാവുന്നവരാണ് കൈക്കോളന്മാർ. കൈക്കോളന്മാരുടെ കയ്യാല കൂലോം, അതാണ് കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്, വലിയ കയ്യാലകളിൽ ഒന്നാണ്. ചോറൂണ്, ആരാധന, സദ്യ ഒരുക്കുന്നതുൾപ്പെടെ നിരവധി ചടങ്ങുകൾ നടക്കുന്ന കയ്യാലയാണിത്. കുട്ടികൾക്ക് ചോറൂണ് നടത്തുന്നത് കോവിലകത്ത് വെച്ചാണ്. ഇളനീർ വെപ്പിൻ്റെ പിറ്റേ ദിവസം രാത്രിയിൽ ദൈവത്തിൻ്റെ വരവ് എന്നൊരു ചടങ്ങുണ്ട്. പുറങ്കലിയൻ എന്ന സ്ഥാനികൻ മുത്തപ്പൻ ദൈവക്കോലം ധരിച്ച് എഴുന്നള്ളുന്ന സവിശേഷമായ ചടങ്ങാണിത്. രാത്രിയിലെ പാത്രം വിളിക്ക് ശേഷം പെരുവണ്ണാൻ കൊട്ടേരിക്കാവിലെ ദേവസ്ഥാനത്തെത്തും. അല്പസമയത്തിനകം പുറങ്കലേനും എത്തും. ഇരുവരും പരസ്പരം പുറംതിരിഞ്ഞ് മൗനമാചരിച്ചുകൊണ്ട് ചില ഗൂഢകർമ്മങ്ങൾ അനുഷ്ഠിക്കും. രാശി വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പിലാൻ കൊട്ടേരിക്കാവിലെത്തി ദക്ഷിണ സമർപ്പിക്കുന്നു. അതിനുശേഷം പെരുവണ്ണാൻ എഴുന്നേറ്റ് പുറങ്കലേനെ ദൈവത്തിൻ്റെ വേഷം അണിയിക്കുന്നു. ദൈവം പാലക്കീഴിലെത്തി നിലയുറപ്പിക്കുന്ന അവസരത്തിൽ ഒറ്റപ്പിലാനും അനുയായികളും അവിടെ എത്തും. ദൈവം തിരുവഞ്ചിറയിലെ ബലിക്കലിലേക്ക് സമീപത്തേക്ക് വന്നെത്തുമ്പോൾ പന്തക്കിടാങ്ങൾ മണിത്തറയിൽ കത്തിച്ച പന്തങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുണ്ടാവും. ഈ രണ്ട് പന്തങ്ങളുടെയും കാവലിൽ നമ്പീശൻ ദൈവത്തിന് അരി ചൊരിഞ്ഞു കൊടുക്കുന്നു. ഈ സമയം വാളച്ചന്മാർ വാളറയിൽ നിന്ന് ചപ്പാരം ഭഗവതിയുടെ വാളെടുത്ത് ഉയർത്തി കാണിക്കുന്ന അവസരത്തിൽ ദൈവം ഭഗവാനെ തൊഴുത് പിൻവാങ്ങുന്നു. ദൈവത്തിൻ്റെ അകമ്പടിക്കാരായെത്തിയ ഒറ്റപ്പിലാനും സംഘവും കത്തിച്ചു പിടിച്ച ഓടച്ചൂട്ടുമായി ഘോര ശബ്ദഘോഷത്തോടെ കോവിലകം കയ്യാലയിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ടതെല്ലാം കൈയടക്കി തിരിച്ചു പോകും. തിരുവഞ്ചൂരുടെ മണിത്തറക്കടുത്തേക്ക് മുത്തപ്പൻ ദൈവം വരുന്നതും അരി നൽകുന്നതും വാളച്ചൻ വാളെടുത്ത് കാട്ടുന്നതും കുറിച്യർ യോദ്ധാക്കൾ കോവിലകത്ത് ആക്രമണം നടത്തുന്നതുമെല്ലാം മിന്നൽ പിണർ പോലെ ശരവേഗത്തിൽ ചെയ്തു പോകുന്ന കർമ്മങ്ങളാണ്. ദൈവം വരവിന് ശേഷം ആണ് ഇളനീരാട്ടം. ദൈവം വരവിന് ശേഷം
പാലക്കുന്നം നമ്പൂതിരി രാശി വിളിക്കുന്നതോടെ ഇളനീരാട്ടം ആരംഭിക്കുകയായി. അദ്ദേഹം 3 ഇളനീരുകൾ കൊത്തി ഉഷക്കാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കുകയും ആ ഇളനീർ തീർത്ഥം മന്ത്രം ചൊല്ലി സ്വയംഭൂശിലയിൽ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. പരികർമ്മികളായ ബ്രാഹ്മണർ ഇളനീരുകൾ കൊത്തി വെള്ളിക്കുടങ്ങളിലാക്കുന്നു. പിന്നീട് അത് സ്വർണ്ണക്കുടത്തിലേക്ക് പകർന്ന് ഇടമുറിയാതെ അഭിഷേകം ചെയ്യുന്നു. വളരെ കുറച്ച് മാത്രം ഇളനീരുകൾ കൂറ് നീക്കി മാറ്റിവെക്കുന്ന പതിവുണ്ട്. ബാക്കി മുഴുവൻ ഇളനീരുകളും കൊത്തി നീരെടുത്ത് അഭിഷേകം ചെയ്യും. അഭിഷേകവേളയിൽ സവിശേഷമായ വാദ്യമേളങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ പിറ്റേന്ന് പകൽ ഉച്ചവരെയും അഭിഷേകം നീണ്ടു നിൽക്കാറുണ്ട്. ഒടുവിൽ പാലക്കുന്നം നമ്പൂതിരി 3 ഇളനീരുകൾ കൊത്തി ഉഷക്കാമ്പ്രത്തിന് നൽകുന്നു. അത് അഭിഷേകം ചെയ്ത് ഇളനീരാട്ടം മുഴുവിപ്പിക്കുന്നു. നീരെടുത്തു കഴിഞ്ഞാൽ തൊണ്ടുകൾ അപ്പോൾ തന്നെ തിരുവഞ്ചിറയിലേക്ക് വലിച്ചെറിയുന്നു. വാദ്യമേളങ്ങളുടെ ഘോഷവും ഭക്തരുടെ നാമസങ്കീർത്തന ആരവങ്ങളും കൊണ്ട് മുഖരിതമായ നീണ്ട മണിക്കൂറുകൾ ഭക്തജനങ്ങളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കും. സന്നിധാനം ചെറിയൊരിടവേള നിശബ്ദതയിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇളനീരാട്ടം ചടങ്ങ് പൂർത്തിയാക്കുന്നതിനാൽ വൈകുന്ന നിത്യപൂജകൾ 1000 കുടം അഭിഷേകത്തോടെ പുനരാരംഭിക്കുന്നു. രാത്രി ശീവേലി സമയത്ത് നിശ്ചലമാകുന്ന തിരുവഞ്ചിറയാണിത്. രാത്രി ശീവേലി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ തന്നെ കാണാം. കൊട്ടിയൂരിൻ്റെ കൂടുതൽ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴ്മയായി അപേക്ഷിക്കുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.